വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പ്രാഥമിക മൊഴിയെടുക്കൽ പൂർത്തിയായി. പണമിടപാട് രേഖകൾ, ഫോൺ എന്നിവ പോലീസ് പരിശോധിച്ചു. സാമ്പത്തിക ബാധ്യതയുള്ളതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. പുറത്തുവന്ന രേഖകളും വെളിപ്പെടുത്തലുകളും പോലീസ് അന്വേഷിക്കുന്നു. ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ രേഖകളുടെ പരിശോധനയ്ക്കായി സൈബർ സംഘത്തിന് ഇന്ന് കൈമാറും. പ്രാഥമിക പരിശോധന കഴിഞ്ഞ ദിവസം പൂർത്തിയായി. പണമിടപാട് കുറിപ്പുകളും ഡയറിയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സാമ്പത്തിക ബാധ്യതയുള്ളതായി പോലീസ് പരിശോധനകളിൽ വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കൽ തുടരുകയാണ്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെയും മൊഴിയെടുക്കും. NM വിജയന് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയ പണമിടപാട് അർബൻ ബാങ്കിലെ നിയമന അഴിമതിയാണെന്ന് രേഖകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ അതിന്റെ സൂക്ഷ്മ പരിശോധനയും നടക്കുകയാണ്. ഇന്നലെ മകന്റെ നിയമനത്തിന് താൻ IC ബാലകൃഷ്ണൻ ഉൾപ്പെടുന്ന DCC നേതൃത്വത്തിന് 17 ലക്ഷം നൽകിയെന്ന ഐസക് താമരച്ചാലിൽ എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നിരുന്നു. ഇതിന്മേലും പോലീസ് അന്വേഷണം ഉണ്ടാകും. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ MLA IC ബാലകൃഷ്ണനെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ മരണത്തിൽ പ്രതികരിക്കാത്ത നേതാക്കൾക്കെതിരെ കോൺഗ്രസിലും വലിയ ഭിന്നത രൂപപ്പെടുകയാണ്. സാമ്പത്തിക തിരിമറികളും അഴിമതിയും പുറത്തുവന്നതോടെ പ്രതിരോധത്തിലാണ് നേതൃത്വം. IC ബാലകൃഷ്ണന് പിന്തുണ നൽകിയതും മരിച്ച NM വിജയന്റെ വീട്ടിലേക്ക് പോലും നേതാക്കൾ എത്താത്തതും പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, വയനാട്.